നാഥനില്ലാപ്പടയായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ. അത് ഞങ്ങളുടെ പവറല്ല. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മശായിഖുണ്ട്. അവര് വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിന്റെ കാരണം. നമ്മൾ നോക്കുക, നാഥനില്ലാ പടയായി ഇവിടെ നമ്മൾ മാറുമ്പം നാഥനുള്ള ഞങ്ങൾ പറയുന്ന ഇവിടെ സ്ഥിരപ്പെടുള്ളൂ. ഞാൻ എന്റെ സ്ഥിരപ്പെടലിന്റെ കോല ഞങ്ങൾ കാണിച്ചു തരാം. ഇജ്ജ് ഇവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും സ്ഥിരപ്പെട്ടിണങ്ങായി ഈ ഇത്ര കാലം പറഞ്ഞത് അതൊരു വാക്കായിട്ട് ഏതെങ്കിലും കാലം സ്ഥിരപ്പെട്ടിക്കണോ? ഇല്ല. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റും, പിന്നെ മറ്റന്നാളെ മാറ്റും. സ്ഥിരതയോട് കൂടി ഇജ്ജ് പറഞ്ഞത് ഏതവിടെ നിലക്കുണ്ട്? ഒന്ന് കാണിച്ചിരോ? ഇജ്ജ് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ ഇവിടെ പഠിപ്പിച്ചതും പറഞ്ഞതും അന്ന് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കണതേണ്ടോ? 2013 തൊട്ട് 2020 വരെയുള്ള തള്ളിജേ നിലനിൽക്കുണ്ടോ? ഇല്ല. ഇജനെ തള്ളി വിട്ടു. ഞാൻ ഇതിന് ശേഷം പറഞ്ഞ നിലക്കുണ്ടോ? അതുമില്ല. എത്താ ചങ്ങായി, ഞാൻ കാണിച്ചു തരാം. ഇജ്ജ് പറയ്, എന്നിട്ട് നമ്മൾ നോക്കുക സ്ഥിരത ഉള്ള വാക്കാണോ അല്ലെന്ന് അറിഞ്ഞല്ലോ. ഒരു വിഷയം അപ്പം നടക്കട്ടെ, ഓരോ വിഷയങ്ങളും ഞാൻ കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുക. ഇതൊന്ന് പറഞ്ഞു കൊടുത്താ എന്റെ സ്ഥിരതന്റെ കോല ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് അതില്ലാത്ത പടം നായിപ്പടാന്ന് പറഞ്ഞേ? അത് അപ്പുറത്താ, ഇപ്പുറത്തല്ല. മനസ്സിലായോ? അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ സനദിന്റെ ഒന്നും ആവശ്യമില്ല. ഇവരിലുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വിശ്വസ്തതയുടെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നായി. ഇപ്പൊ നമ്മൾ എടുക്കുന്നുട്ടോ, ഇത് നോക്കുക, തിരികേശത്തിന്റെ വിഷയം. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിശ്വസ്തയുടെ പേരിൽ മർക്കസിലുള്ള ചെറുപാർക്കായി അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് രണ്ട് വർത്താനം കൂടി പറയട്ടെ, അത് ഞാൻ കാണിച്ചു തരാം. എന്റെ മശായിഖിന്റെ നിർദ്ദേശത്തിൽ ഇവിടെ പറഞ്ഞതേ സ്ഥിരപ്പെടുള്ളൂ എന്ന് പറഞ്ഞല്ലേ? ഏതെങ്കിലും സ്ഥിരപ്പെട്ടിടങ്ങായി? ഞാൻ എന്റെ മശായിഖിന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞത് മാത്രമേ കൊണ്ടുള്ളൂ. 2013 മുമ്പുള്ള കൊണ്ടുവരില്ല. ഞാൻ ഇജ്ജ് മരിച്ചിരിക്കുന്ന ജന പറഞ്ഞല്ലോ, ഞാൻ മരിച്ചു പോയിട്ടുണ്ട് മുക്കത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ മരിച്ചോലെ കൊടുത്തൊരു കാര്യമല്ലോ, ഹയാത്തിലുള്ളതെല്ലാം കൊണ്ടുവരാ. അതിന് ഒന്നും കൂടി പറയും, എനിക്ക് പറയാനുള്ളൊക്കെ പറയും, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആരാടി ഞെട്ടിച്ചിട്ടുണ്ട്? ഞങ്ങളെപ്പോലെ സാധാരണക്കാർ മതി. എന്നക്ക ഇജ്ജ് ഉറങ്ങിയ പേരല്ലേ, അത് അടുപ്പിലിട്ട് കത്തിച്ചാന് ഒരു ഉസ്താവന്മാരും വേണ്ട. അടുപ്പുങ്കല്ല് ആദ്യം റെഡിയാണ്, 3 അടുപ്പുങ്കല്ലോ. ആ അടുപ്പുങ്കല്ല് വെച്ചിക്കാണ്ട് ഉണങ്ങിയ കൊമ്പ് ഇങ്ങനെ തീ കൊടുക്കുക, കത്തി ഇങ്ങനെ പോകും. അത് വെള്ളം പാരാനോ? വെള്ളം പറഞ്ഞാൽ തുറക്കുവോ? ഇല്ല. ഒരു മരത്തിന് ഒരു കൊമ്പ് ഉണങ്ങി, നമ്മൾ മരത്തിന് കുറെ വെള്ളം പറഞ്ഞു വെച്ചിട്ട് ആ ഉണങ്ങിയ കൊമ്പ് ഉണങ്ങിയ വയറ്റ് തന്നെ നിൽക്കും. അത് തുറക്കൂല. അത് കുറെ കാലം കഴിഞ്ഞാൽ പൂതലായി കാണാൻ പോകും, അല്ലെങ്കിൽ അത് ചെതലടിച്ച് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എടുത്ത് അടുപ്പിലിട്ട് കത്തിക്കുകയോ ചെയ്താൽ അത് കത്തും. അത്രേ ഉള്ളൂ. വെറുതെ ഉസ്താദ്മാർ തന്നെ മെയിൻ ചെയ്യാത്ത എത്ര വട്ടം നമ്മൾ ബോധ്യപ്പെടുത്തിക്കുന്നത് പറയട്ടെ. അത് സൂക്ഷിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ ഷാറ് മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ട്. നമ്മളാരും അവരോട് പോയി സനത് ചോദിക്കലുണ്ടോ? ഇല്ല. എന്താ കാരണം? അവരെ തന്നെ വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കണ്ട. ഇവിടെ അല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പോകുന്നില്ലേ? വെല്ലൂരിൽ, അതേപോലെ തന്നെ ഡൽഹിയിൽ, യുപിയിൽ, പല സ്ഥലത്തും എന്തുണ്ട്? ഷഅറു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു. മദീനയിൽ പോകുമ്പോ ഉണ്ട്, ഇമാറാത്തിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി സനത് ചോദിച്ചു നടക്കലാണോ? ആ ആളിൽ നമുക്കുള്ള വിശ്വാസമാണ് അതിന്റെ രേഖ. ആ വിശ്വാസം നഷ്ടപ്പെട്ട് അതും ആരെ പേരിൽ കളവ്? ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, വിശ്വസ്തത നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അത് തെളിയിക്കണം. അപ്പൊ എന്താ പറഞ്ഞ എല്ലായിടത്തും സെർവ്വാർക്കുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എങ്ങ് കേൾക്കാം, ക്ലിപ്പില് കേട്ടില്ലേ? അവിടെയൊക്കെ സെർവ്വാർക്കുണ്ട്. അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? അത് തെളിയിക്കണം എന്ന് പറഞ്ഞേ. തെളിയിച്ചരാ, എന്നെ കൊണ്ട് തന്നെ തെളിയിച്ചരടാ. എൻ്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലല്ലേ ഇജ്ജ് പറയലെന്നല്ല ഇപ്പൊ ഇജ്ജ് പറഞ്ഞേ. അവിടെ അത് സ്ഥിരപ്പെടുള്ളൂ. അത് സ്ഥിരപ്പെട്ടുകൊണ്ടില്ലേ നമ്മൾ നോക്കുക. ഒന്നും കൂടി പറയും. ഞാനക്ക് പറയാനുള്ള പറയാം, ആർക്ക് അവസരം തരണല്ലോ. അതല്ല നമുക്ക് ഒരാൾ പറയല്ലേ? അടുത്ത് പറയും. എന്താ പ്രശ്നം? അതാണ്
മർക്കസിലുള്ളത് സ്വീകരിക്കാൻ പറ്റില്ല. അതിന് സനദില്ല, വിശ്വസ്തത ഇല്ല, വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാ ഇതിനൊക്കെ മറുപടി ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്, എനിക്കതറിയില്ല. എൻ്റെ മശായിഖിന്റെ നിർദ്ദേശത്തിൽ ഇജ്ജ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടോ? അതിന് മുമ്പ് ഒന്നും കൂടി പറയും. ആ വിഭാഗത്തിലുള്ള വിശ്വസ്തത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നും അവര് വായിച്ച സനതുമായോ അവര് കൊണ്ടുവന്നതുമായോ മുസ്ലിം സമൂഹത്തിന് ഒരു ബന്ധവുമില്ല എന്ന് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായി നിർവഹിച്ചതാണ് ഈ മൗലവിമാർ കുടുങ്ങിപ്പോയ ഏറ്റവും വലിയ രംഗം. അപ്പൊ കേട്ടില്ല, ആ വിഭാഗത്തിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കൊണ്ടുവന്നതുമായോ ഒരു വായിച്ച സനതുമായോ ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ മർക്കസിലുള്ള ഷെറൂബാർക്കിനെ പറ്റി ഇവർക്ക് വിശ്വാസമില്ല, സനദിലും വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തെളിയിക്കണം എന്നാ പറഞ്ഞത്. ഇതിപ്പോ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞാണ് ഈ അടുത്ത്. അതേ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടൂടി. മരിച്ചാളല്ല, ജീവിച്ചിരിക്കുന്ന ആളിനെ ഇവൻ തന്നെ പറയട്ടെ എന്താണ് എന്റെ അവസ്ഥ എന്നുള്ളത് പറഞ്ഞെടുത്താ. എന്റെ ഷെയ്ഖ് പഠിപ്പിച്ചത് മശായിഖിന്റെ നിർദ്ദേശത്തിൽ നാഥനില്ലാത്ത പട നായ്പ്പടാവും. ഞങ്ങൾക്ക് നാഥനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഇവിടെ സ്ഥിരപ്പെടുള്ളൂ പറഞ്ഞല്ലോ. എനിക്ക് പറഞ്ഞത് ഏതാ ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്? ഇതാണോ സ്ഥിരപ്പെട്ടിട്ടുണ്ട്? അതല്ല ഇനി ഞാൻ കാണിക്കുന്നുണ്ട്, അതാണോ സ്ഥിരപ്പെടല്? എൻ്റെ ഓരോ ചോദ്യത്തിനും എന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെ മറുപടി അറിയിക്കും. ഇതിന് ശേഷം എനിക്ക് കുറേ ചോദിക്കാണ്ട്. ഒക്കെ ചോദിച്ചോ, എന്തും ചോദിച്ചോ ചെയ്യും, ഇവിടെ റെഡിയല്ല മറുപടി. ശക്തമായി തന്നെ ഞങ്ങളെ ആദ്യം മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്. അതിന്നും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. എന്താണത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാനായ ത്വാഹ റസൂലുള്ളാഹി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്തു ചേർക്കപ്പെട്ടാൽ അതിൽ പിന്നെ സംശയിക്കാൻ പാടില്ല. അത് ഹഖാണ് എന്ന് മനസ്സിലാക്കി ആദരിക്കണം. ഇനി ഒരാൾക്ക് കൊണ്ടെന്നാണ് തർക്കമാണെങ്കിൽ അതാണ് എന്ന് പറയാൻ പോണ്ട, എന്നാലും അല്ല എന്ന് പറയാൻ പാടില്ല. ഷൈർ മുബാറക് ഹഖാണെന്നും ഈ പറഞ്ഞ കാരണങ്ങൾ ഓരോന്നും ഉസ്താദ് അവറുകൾ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ജാലിയാവാല അദ്ദേഹത്തിന്റെ അവസ്ഥകൾ നോക്കിയല്ല ജാലിയാവാലയുടെ കയ്യിലുള്ളത് നിരീക്ഷിക്കേണ്ടതെന്നും അത് ഹഖാണ് എന്നും അതിന്റെ ഓരോ വസ്തുക്കൾ പഠിപ്പിച്ചു തന്ന് വന്യരായ ഹാഫിദ് ഉസ്താദാണ് ആ വിഷയത്തിൽ കൃത്യമായ വിവരണം ഞങ്ങൾക്ക് തന്നപ്പോ കേട്ടില്ല. ഇതാണ് ഇവിടെ ആദ്യം സ്ഥിരപ്പെടുത്തി പറഞ്ഞത്. മോന്റെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ സ്ഥിരപ്പെടുത്തി പറഞ്ഞതാണത്. നിബിധങ്ങളിലേക്ക് ഒരു വസ്തുവിനെ ചേർക്കപ്പെട്ടാൽ അത് നമ്മൾ വിശ്വസിക്കണം, അംഗീകരിക്കണം. അതിന് കൊണ്ടുവന്ന ആളിൽ തർക്കമുണ്ടെങ്കിൽ പോലും അതല്ല എന്ന് പറയരുത്. ആണിൽ നിലക്ക് അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ആളിൽ തർക്കം, കൊണ്ടുവന്ന ആളെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഷെയർമാർക്ക് നിഷേധിക്കുക. ഇപ്പം എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തില് മുമ്പ് പറഞ്ഞതാണ് ഞാൻ കേൾപ്പിച്ചത്. തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് പറഞ്ഞതാണത്. ഇത് മഞ്ചേരി വെച്ച് നടത്തിയ ആമാശ മുന്നേറ്റം 2015 കാലഘട്ടത്തില്, 2015-16 കാലഘട്ടത്തിൽ നടത്തിയതാ. അന്ന് തന്നെ ഷെയ്ഖ് സ്ഥിരപ്പെടുത്തി പറയിപ്പിച്ചതാണിത്. ഇത് ഇന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? മറുപടി പറയടാ ജാനാണെങ്കിൽ. ഈ പറഞ്ഞത് എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലല്ലേ? ഇതിവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ പൂർവ്വത്തെ പ്രസംഗം കൊണ്ട് മനസ്സിലാകേണ്ടത്. നല്ല സ്ഥിരപ്പെടല. ഈ പറഞ്ഞ കണക്കിന് നോക്കുമ്പം മർക്കസിലുള്ള അംഗീകരിക്കണ്ടേ? കൊണ്ടുവന്ന ആൾ വിശ്വാസമില്ലെങ്കിൽ പോലും അതിനെ എതിർക്കാൻ പാടുണ്ടോ? ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ഈ കണക്ക് പ്രകാരം പാടില്ല. എന്നാലും പുനൂർന്നോ സനത് ശരിയില്ല, കൊണ്ടുവന്നതിലും വിശ്വസിക്കേണ്ട കാര്യമില്ല, തെളിയിക്കണം. അനക്ക് എന്ത് തെളിവ് അതിലപ്പുറം വേണ്ടിയത്? നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ മതി. കൊണ്ടുവന്ന ആളിൽ തർക്കമാണെങ്കിലും ചേർക്കപ്പെട്ടാൽ തന്നെ നിബിധങ്ങളതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞത്. ഇതാണ് എന്റെ ഷെയ്ഖ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ മാറി ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി ഇവർക്ക് ചോദിക്കാനുള്ള വേറെ ചോദ്യങ്ങളുണ്ട്. ചോദിക്കടാ. ഇവിടെ ബേജാറില്ലാത്ത ആൾക്കാരാണ്, മനസ്സിലാക്കിയോ? എന്റെ ചോദ്യം തെളിയിക്കുങ്ങള്. ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങി എന്നതിന്റെ രേഖ എന്ത്? തെളിയിക്കാൻ പോവാണ്. 1000 വട്ടം തെളിയിക്കും. അന്നെ കൊണ്ട് തന്നെ തെളിയിപ്പിക്കും. മനസ്സിലായോ? ഇജന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും 2013 ശേഷം നിന്ന് കിട്ടിയ ഷെറൂബാർക്ക് മർക്കസിലുണ്ട്. മരിച്ചല്ല ഇജ് പറഞ്ഞല്ലോ, അന്നത്തെ ആള് മരിച്ചു വയ്ക്കുന്നുണ്ട്. എന്റെ ക്ലിപ്പിട്ട് കണ്ടല്ലോ പറഞ്ഞല്ലോ. മുമ്പ് ഞാൻ കാണിച്ചിരുന്നേ നമ്മളടുത്തുണ്ടേ.
അതടക്കട്ടെ, ചോദിക്ക്. എനിക്ക് 2-3 ചോദ്യം ചോദിക്കാട്ടോ, ഒക്കെ ചോദിക്ക്. അന്നെ കൊണ്ടന്നെ തെളിച്ചിടാ മർക്കസിലുള്ള ചെറുപാർക്കാണെന്നും ജാലിയവാലയിൽ നിന്നും മർക്കസിൽ ചെറുപാർക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതിനല്ലേ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ. എനിക്ക് മുമ്മിനാണ് ആദ്യം. പക്ഷെ മുമ്മിനിങ്ങൾക്ക് ഈ ഓർമ്മിപ്പിക്കലുണ്ടല്ലോ, അത് മുമ്മിനിങ്ങൾക്കാ. എന്റെ കാപ്പട്യം അപ്പൊ മുമ്മിനിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ആ കൂട്ടത്തില് മുമ്മിനാണോ നോക്കിക്കോ. ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ രേഖ എവിടെ? രേഖയൊക്കെ കാണിച്ചില്ല, സബൂറായി. കുട്ടി കുറച്ചേരം ക്ഷമിക്ക്. കൂൾ പ്രഷർ കയറില്ല, ഇപ്പൊ കാണിച്ചതാ. അതിന് മുമ്പ് എനിക്കൊന്നും കൂടി ചോദിക്കാണ്ടല്ലോ, അതിന് കൂടി ചോദിക്ക്. അല്ല, ചോദ്യം ഫുള്ള് കഴിയട്ടെ. എന്റെ എന്നെ കൊണ്ട് തന്നെ മറുപടി അറിയിച്ചതാ. എന്റെ വാക്കുകളൊക്കെ അവിടെ സ്ഥിരപ്പെടുന്നില്ലേ? നല്ല സ്ഥിരപ്പെടല. ചോദിക്ക്. ഇന്നെന്ത് ചോദിക്കാണ്ടല്ലോ? സാക്ഷിനല്ലേ? ആ, സാക്ഷിനെ ചോദിക്കണ്ടോ? സാക്ഷിനെ ഹാജരാക്കാം. ഞാൻ കുറെ അന്വേഷിച്ചു. പിന്നെ പറ്റ സാക്ഷിനെ കിട്ടി ചെയ്ത്. ആ കിട്ടിയ സാക്ഷിനെ ഹാജരാക്കും. അതിനുമ്പോ സാക്ഷിനെ ചോദിക്കുന്ന കേട്ടോളി. ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ രേഖ എവിടെ? അപ്പൊ അതും ഇല്ലേ സംഭവം? അതാണ് ഇയാളെ വാക്ക് പോരാ, അയാൾ പറഞ്ഞാ പോരാ. ബൈനത്ത് കൊണ്ടുവരണം, സാക്ഷി വേണം. ഇത് എല്ലാരെയും ഞങ്ങൾ വിളിക്കുകയാണ്. ജാലിയവാലയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കും? ഇനിയിപ്പോ അത് കൊണ്ടുവരാ. ഏത് ഈ ബന്ധം? അതിന് നിങ്ങളിതാ നേരത്തെ ജാലിയവാലിന്റെ മഹത്വം പറയുന്നു, ജാലിയവാലിന്റെ അവിടെ പോയപ്പോൾ ഇന്നത് കണ്ടു എന്ന് പറയുന്നു. അതിന് തമ്മിൽ കണക്ട് ചെയ്യണ്ടേ? അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. അത് കണക്ട് ചെയ്യുങ്ങൾ. കേട്ടില്ല, 3 ക്ലിപ്പ് കേട്ടു. കൂടുതൽ ചോദിക്കാൻ കേട്ടില്ല. ജാലിയവാലയിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കത് കണ്ടോ? ഇനി ചോദിച്ചാൽ എന്താ? നിങ്ങൾ പറഞ്ഞാ പോരാ, ബൈനത്ത് വേണം, സാക്ഷി വേണം. പിന്നെ പറഞ്ഞെന്താ? കണക്ട് വേണം, ജാലിയവാലയുമായി കണക്ട് വേണം. അപ്പൊ ജാലിയവാലയിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കും? സാക്ഷി വേണം എന്നാ പറഞ്ഞത്. അപ്പൊ ജാലിയവാലിന്റെ ഉള്ളത് മർക്കസിലുണ്ട് എന്ന്, മർക്കസിലെ ഷെറുമാർക്ക് ജാലിയവാല കൊടുത്തത് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടിയാ പോരെ? അനക്ക് സാക്ഷി ചെന്നടോ, വേറെ ആരാ? ഞാൻ നോക്കിയിട്ട് വേറെ ആരും സാക്ഷിക്ക് സ്വീകരിക്കൂല. ഇനിയിപ്പൊ എന്റെ പഴയ പ്രസംഗം കൊടുന്നാൽ ചിലപ്പോ പറയും, അതൊക്കെ അതൊക്കെ മരിച്ചു വയ്ക്കണേ, ആള് മരിച്ചു വയ്ക്കണേ, ആര് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞേ. എന്നാൽ ഈ 2024 കഴിഞ്ഞ കൊല്ലം എന്റെ നാവെന്ന് ജന പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എനക്ക് എന്നെ സാക്ഷിക്ക് പറ്റുമോ? സ്വന്തം നഫ്സിനെ സാക്ഷിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ എന്റെ കഥ എന്താറും? പിന്നെ എന്റെ വാക്കിന്റെ നിലവിലല്ലേ? ഇതുപോലെ പറഞ്ഞല്ലോ, മശായിഖന്മാർ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ നാഥന്മാരെ നിർദ്ദേശത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് നാഥന്മാരില്ല, ഞങ്ങൾ പറഞ്ഞാൽ അവിടെ സ്ഥിരപ്പെടുള്ളൂ. ഞാൻ എന്റെ ഒന്നും സ്ഥിരപ്പെടില്ല എന്നാണ് സമർത്ഥിക്കണ്ടേ. 2024 പറയണേ ജാലിയവാലയിൽ നിന്ന് കിട്ടിയ ഷെറുമാർക്ക് മർക്കസിലുണ്ട്. 2025 പറയണേ ജാലിയവാലയിൽ നിന്ന് ഷെറുമാർക്ക് തന്നിട്ടില്ല. നിങ്ങളെങ്ങനെ സമർത്ഥിക്കും? തെളിവെന്താണ്? സാക്ഷിയാരാണ്? എന്നെ കൊണ്ടന്നെ ഞാൻ പറയിപ്പിക്കുന്നുണ്ടോ? ജാലിയവാല കൊടുത്ത ഷെറുമാർക്ക് മർക്കസിലുണ്ടെന്നും പിന്നെ പറയും മർക്കസിലുള്ള ഷെറുമാർക്കാണെന്നും എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ ചോദ്യമൊക്കെ എല്ലാവരും കേട്ടില്ല. അവന്റെ ചോദ്യമൊക്കെ ഓർമ്മിച്ചോളി, പറയട്ടെ. അന്ന് മർക്കസിൽ വെച്ച് ഷെയ്ഖ് ഹസ്റജി കൊടുക്കുന്ന രംഗങ്ങൾ കണ്ടോളൂ. വലിയ സംഭവമായിട്ട് അന്ന് കൊടുത്തതായിരുന്നു. അതിനു മുമ്പ് ജാലിയവാല കൊടുത്ത സംഭവമുണ്ട്.
കേട്ടില്ലേ? ഷെയ്ഖ് ഹസ്രജ് കൊടുക്കുന്ന ക്ലിപ്പ് ഇട്ടിക്കാണ്ട് ഹസ്രജ് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ജാലിയവാല കൊടുത്ത സംഭവമുണ്ട്. അപ്പൊ ജാലിയവാല മർക്കസിലേക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്. ഈ ചോദിച്ചാൽ എങ്ങനെ സമർത്ഥിക്കും? ബയ്യിനത്ത് കണക്ഷൻ എവിടെ? അപ്പൊ ജാലിയവാല കൊടുത്ത സംഭവമുണ്ട്. എങ്ങനെ പറഞ്ഞതാ? ആരെ നിർദ്ദേശത്തിൽ പറഞ്ഞതാ? നമുക്ക് ജാലിയവാല കണക്ഷൻ ഇല്ല, ജാലിയവാല കൊടുത്തിട്ടില്ല. കൊടുത്തത് നിങ്ങൾ തെളിയിക്കി, സാക്ഷിനെ കൊണ്ടുവരി. സാക്ഷിനെ കണ്ടില്ലേ? അതിനു മുമ്പ് ജാലിയവാല കൊടുത്ത സംഭവമുണ്ട്. അപ്പൊ ജാലിയവാല ഷെയർമാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതെല്ലാം കാണിക്കണ്ടേ? ഷെയ്ഖ് ഹസ്രജി മർക്കസിൽ കൊടുക്കുന്ന ഷെയർമാർക്ക്. അതിന്റെ കൂടെ പറഞ്ഞത് ഇതിനു മുമ്പ് ജാലിയവാല കൊടുത്തിട്ടുണ്ട്. പോരെ? സാക്ഷിനെ പോരെ? കണക്ഷൻ ആയില്ലേ? സ്ഥിരപ്പെട്ടില്ലേ? തെളിയിച്ചില്ലേ? ഇതാണോ? ഇത് നിലനിൽക്കുണ്ടോ? ഇത് മരിച്ചിട്ടില്ല. ഇത് മരിച്ച നൗഷാദല്ലത്. ഇത് ഇന്നും ഹയാത്തിലുള്ള നൗഷാദ. അതിനു മുമ്പ് ജാലിയവാല കൊടുത്ത സംഭവമുണ്ട്. ഇത് എങ്ങനെ പറഞ്ഞു? നിർദ്ദേശമില്ലാതെ പറയില്ലല്ലോ. ഈ പറഞ്ഞ സത്യമല്ലേ? അതിനു മുമ്പ് ജാലിയവാല കൊടുത്ത സംഭവമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഹക്കാണോ അല്ലേ? ഈ കളവ് പറഞ്ഞതാണോ? എവിടോ ഈ അടുത്ത് പറഞ്ഞതല്ലത്. അപ്പോത്തിന് മാറ്റില്ലേ? പിന്നെ എന്ത് സ്ഥിരത റോജി പറയണ്ടേ? ആർക്ക് സ്ഥിരത ഉണ്ടെന്ന് വെച്ച് പറയണ്ടേ? എന്റെ മുന്നിൽ കുത്തുന്ന പൊട്ടന്മാരെ പറ്റിച്ച ഞങ്ങൾ മുമ്പിൽ നടക്കൂല. ഇപ്പൊ സാക്ഷിയായി, കണക്ഷനുമായി, തെളിവുമായി, എല്ലുമായി ഒക്കെ എന്നെ കൊണ്ടന്നെ പറയിപ്പിച്ചു. വേറെ ആരെങ്കിലും പറഞ്ഞാല് ഓലക്കരി തള്ളു. ജനതല്ലോ ഞാൻ നാളെ ക്ലിപ്പിട്ട് പറയടാ ഈ ഇയാൾ വഫാത്തായിക്കെന്ന് പറയും. അന്ന ഈ ക്ലിപ്പിട്ട് കാണ്ട് നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ ഇയാൾ വഫാത്തായിട്ടുണ്ട്? ഞാൻ മുമ്പൊരു ക്ലിപ്പിട്ടപ്പം ആ ക്ലിപ്പിട്ട് പറഞ്ഞു ഇയാൾ മരിച്ചിട്ടുണ്ട്, ഇയാളെന്ന് കൊണ്ടിട്ടുണ്ടാ. അതേപോലെ ഇയാളെ ഈ ക്ലിപ്പ് ഇജ്ജ് കാവനൂർ എന്ന് പറഞ്ഞ ഈ ക്ലിപ്പിട്ട് കാണ്ട് മരിച്ചു വയ്ക്കുന്ന വരാൻ ധൈര്യമുണ്ടോ? പറയടാ. അപ്പൊ എന്റെ വാക്കിന് സ്ഥിരത, എന്റെ വാക്കിന് സ്ഥിരത ഇല്ലതോ? ഇനി മർക്കസിലുള്ള ഷെയർമാർക്കാന്ന് പറഞ്ഞേക്കണം. ആദർശ ഉന്നേറ്റത്തില് എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ നടത്തിയതല്ലോ. കേട്ടോ? അതുകൂടി കേട്ടോ. മൊത്തം ഹസ്രജിന്റെതും ജാലിയവാല കൊടുത്തതും ഒക്കെ ഷെയർമാർക്ക് തന്നെയാണ്. ഞങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്കത് തറപ്പിച്ചു പറയാൻ കഴിയും. മർക്കസിൽ എന്നല്ല, ഷെയറാണെന്ന് പറയപ്പെട്ടതൊക്കെയും വിശ്വസ്തമായി കിട്ടിയതൊക്കെയും ഹബീബായ തങ്ങളുടേത് തന്നെയാണ്. അതിൽ പെട്ടതാണ് മർക്കസിലുള്ളതുമെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. കേട്ടില്ല? ഞങ്ങൾ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, വിശ്വസ്തമായി കിട്ടിയതൊക്കെയും വിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടത് ഒക്കെയും റസൂലുള്ളാഹിന്റെ ഷെയറാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് മർക്കസിലുള്ള ഷെയർമാർക്കും. രണ്ടും പെട്ടു. ജാലിയവാല ഒന്നും പെട്ടു, ഹസ്രജ് കൊടുത്തും പെട്ടു. അപ്പൊ മർക്കസിലുള്ള ഷെയർമാർക്കാണെന്ന് ഇജ്ജ് പറയണേ. എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ ഇജ്ജ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കണേ. ഇപ്പൊ വന്നു കാണിച്ചത് മാറ്റി പറയണേ. ഉളുപ്പുണ്ടടി, ഉളുപ്പുണ്ടോ? ഈ രണ്ട് ക്ലിപ്പും കേട്ടു നോക്കിയാ? ഇജ്ജ് പുന്നൂർന്ന് പറഞ്ഞു കേട്ടു നോക്കിയാ? ഇജ്ജ് മലപ്പുറത്ത് പറഞ്ഞു കേട്ടു നോക്കിയാ? ഉളുപ്പുമാടി ഉളുപ്പ്. മനുഷ്യനായാലേ അന്തല്ലാത്തവനെ. എങ്ങനെയുണ്ട്? അനക്ക് സ്ഥിരത ഉണ്ടോ? ഇത് ഞങ്ങളെ സ്ഥിരത എടുപ്പിക്കാൻ പറ്റൂലേ? ഇതിലേതാ ശരി? രണ്ടും കൂടി ശരിയാവില്ലല്ലോ. രണ്ടും എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ പ്രസംഗിച്ചതാണ്, അല്ലാതെ 2013 മുമ്പുള്ളതല്ല. 2013 ശേഷം എന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ പ്രസംഗിച്ചതാണ് ഇതൊക്കെ. ഇതിൽ ഏതാ ശരി? ഏതാ സ്ഥിരത ഉള്ളത്? ഈമേലത് ഉറച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞ വെല്ലുവിളിക്കുന്നു ഞാൻ എന്നാ. അന്ന നേടാ ഉസ്താദന്മാരെന്ന് മാണ്ടോ? അത് പലപ്പോഴും നമ്മൾ തെളിയിച്ചതല്ലേ, ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാലോ. പണി ഉണ്ടാവും. സ്ഥിരത ആർക്കാർക്ക് മനസ്സിലായില്ലേ? തിരിച്ചപ്പ ഞങ്ങളെ ഉസ്താദന്മാർക്ക് സ്ഥിരത ഇല്ല, നാഥനില്ല, ഞങ്ങളത് സ്ഥിരപ്പെടുള്ളൂ, നിങ്ങൾക്ക് സ്ഥിരപ്പെടില്ല. ഇതിൽ പണ്ടത് ഏതാ സ്ഥിരപ്പെട്ടേ? ഏതാണോ സ്ഥിരപ്പെട്ടത്? അപ്പൊ എല്ലാവർക്കും കാര്യം തിരിഞ്ഞില്ലേ? ഇത്ര ഉള്ളൂ. ഇതെന്തോ സംഭവം വെച്ചാൽ നിൽക്കണ്ട, 10 പൈസക്കില്ല. ആ തൊള്ള മാത്രമേ ഉള്ളൂ. അത് ബലൂൺ വീർപ്പിച്ച മൈൻഡ് വരും, ഒറ്റ കുത്തൊടുത്താൽ ചീന്നറിയും. ഹനാസ് കാറ്റാണ് പോയി. ഇപ്പൊ കാറ്റ് പോയില്ലേ? ഇപ്പൊ ഞാൻ അടുപ്പിലിട്ട് കത്തിച്ച് എത്ര ടം കത്തിച്ചാ? ഇനിയും കത്തിച്ചു. ഉണങ്ങിയ ഓമ്പല്ലേ, കത്തിച്ചാൽ മേൻ കത്തും ചെയ്യും.